ശ്രീനാരായണ ഗുരുദേവൻ വില നൽകി വാങ്ങിയതും ദാനമായി ലഭിച്ചതുമായ ആലുവ അദ്വൈതാശ്രമത്തിന്റെ ഭൂമി കൈയടക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പരംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. നഗരസഭ കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദ്വൈതാശ്രമത്തിലെ ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്വൈതാശ്രമത്തെ അവഹേളിക്കാനും അപമാനിക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് നഗരസഭ നടത്തുന്നതെന്ന് സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ആരോപിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ വില നൽകി വാങ്ങിയതും ദാനമായി ലഭിച്ചതുമായ അദ്വൈതാശ്രമത്തിന്റെ ഭൂമി കൈയടക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പരംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വ്യക്തമാക്കി. വ്യാജ പരാതികളും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ആശ്രമ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ സന്യാസി സമൂഹവും സമാജവും ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതിരോധ മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ കൈവശപ്പെടുത്താൻ ശ്രമിച്ച അദ്വൈതാശ്രമത്തിലെ ഭൂമി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നഗരസഭാ ഉദ്യോഗസ്ഥർ തന്നെ സ്വാമിജിയുടെ മുൻകൂട്ടിയുള്ള അനുവാദം ഇല്ലാതെ ഇവിടേക്ക് കയറുന്നത് അതിക്രമിച്ച് കയറുന്നതാണ്. നിയമത്തിന്റെ കണ്ണിൽ ഇത് പൂർണ്ണമായിട്ടും അദ്വൈതാശ്രമത്തിന്റെ സ്വകാര്യ സ്വത്താണ്, ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയാണ്. ആശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യത അങ്ങനെയുള്ളതൊന്നുമില്ല, സമാജത്തിന് മുഴുവൻ സമർപ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ അത് ആശ്രമത്തെ നശിപ്പിക്കാനുള്ള ആളുകൾക്കുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നഗരസഭാ അധികൃതർ മറ്റുള്ള എന്ത് തരത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണെങ്കിലും ആശ്രമ ഭൂമിയിലേക്കുള്ള അതിക്രമിച്ച് കയറലാണ്, കയ്യേറ്റമാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു തടസ്സം പറയൽ പോലും അവർ വരുന്നതിന് പോലും ഇതുവരെ സ്വാമിജി പറഞ്ഞിട്ടില്ല. സ്വാമിജി അവർക്ക് വേണ്ട എല്ലാ വ്യവസ്ഥയും ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നിട്ട് പോലും തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ആശ്രമ ഭൂമി ഒരു ഇഞ്ച് പോലും ഒരു തരത്തിലുള്ള ആളുകൾക്കും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായി സംരക്ഷിക്കും. അത് മറ്റൊരു തരത്തിലുള്ള അവകാശവാദങ്ങളുടെ പേരിലും ആരും ഇതിനകത്തേക്ക് അതിക്രമിച്ച് കയറാനോ ആശ്രമ ആചാരങ്ങൾക്ക്, ആശ്രമത്തിന്റെ പാരമ്പര്യത്തിന്, ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യാനോ ഒരാളെയും ഭാരതത്തിലെ സന്യാസി സമാജമോ ഇവിടെയുള്ള ഗുരുദേവ ഭക്തരോ സനാതന ധർമ്മികളോ സമ്മതിക്കില്ല എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ള കാര്യമാണ്. രാജ്യത്ത് ഹിന്ദു ആചാര്യന്മാരുടെ സ്വത്തുക്കൾ വിവിധ വഴികളിലൂടെ കൈയടക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മറ്റു മതസ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈന്ദവ ആചാര്യന്മാർ വിശാല മനസ്കരാണെന്നും സ്വാമി വ്യക്തമാക്കി. സമൂഹത്തിന്റെയും നാടിന്റെയും വികസനമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ചിലർ ഇതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇനി മുതൽ ഇത്തരം പ്രവർത്തികൾ അനുവദിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആശ്രമത്തിന് സമീപം നഗരസഭ നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അസന്മാർഗിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ സ്ഥലം മാറിയിരിക്കുന്നതിനെതിരെ നഗരസഭ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും ഇപ്പോൾ അതേ നഗരസഭയാണ് ആശ്രമഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും സ്വാമി വിമർശിച്ചു. അദ്വൈതാശ്രമത്തിലെത്തിയ ആനന്ദവനം ഭാരതിയെ ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗുരുമണ്ഡപത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം KP സുരേഷ്, ജില്ലാ പ്രസിഡന്റ് PC ബാബു, താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷൈൻ, സെക്രട്ടറി V ബേബി, സിറോഷ് കുമാർ, R പത്മകുമാർ, MG ബാബു എന്നിവരും സ്വാമിക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്വൈതാശ്രമത്തെ അവഹേളിക്കാനും അപമാനിക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് നടക്കുന്നതെന്ന് ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ആരോപിച്ചു. നഗരസഭാ ചെയർമാന്റെ നിർദ്ദേശത്തോടെയും സമ്മർദ്ദത്തോടെയുമാണ് നഗരസഭാ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ കള്ളപ്പരാതി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശ്രമം കോമ്പൗണ്ടിൽ കെട്ടിയിരുന്ന കൊടിയും ബോർഡുകളും മുനിസിപ്പൽ ജീവനക്കാർ വന്ന് എടുത്തു മാറ്റുകയല്ല, വലിച്ചെറിയുകയാണ് ചെയ്തത്. അതൊരു ധർമ്മത്തോട്, ഒരാശയത്തോട് കാണിക്കുന്ന വലിയൊരു അവഹേളനമാണ്. ബുധനാഴ്ച പകൽ മലിനജല ശുദ്ധീകരണശാലയിലേക്ക് പോയ ഇറിഗേഷൻ ഡ്രഡ്ജർ വിഭാഗത്തിലെ 2 തൊഴിലാളികളെ ആശ്രമത്തിൽ ചിലർ തടഞ്ഞുവെന്നും ജോലി തടസ്സപ്പെടുത്തിയെന്നുമാണ് പോലീസിൽ നൽകിയ കള്ളപ്പരാതി. എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും തെളിവിനായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ കയ്യേറ്റ കേസിൽ നിയമപരമായി ബലം നേടാനായി ഇത്തരം വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും നഗരസഭയുടെ കള്ളപ്പരാതിക്കെതിരെ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുമെന്നും സ്വാമി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.